കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ദൈവ വചനത്തെ കേൾപ്പാൻ, വചനത്തെ ധ്യാനിപ്പാൻ, വചനത്തെ ഉൾക്കൊള്ളുവാൻ, അതിലൂടെ നമുക്ക് ജീവനും ചൈതന്യവും ഉണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ വചനത്തിലെ ജീവൻ നമ്മളിൽ ഉണ്ടാകുന്നത് വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ദൈവ വചനം സ്വീകരിക്കുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു, ചൈതന്യം ഉണ്ടാകും. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ അത്രേ കർത്താവ് വന്നത്. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി നമ്മളായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവമെന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യമാണ് ഇവിടെ വായിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നു. ഈ 11-ാമത്തെ അധ്യായത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിത്യജീവന. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ എറ്റേണിറ്റിയിൽ ജീവിക്കും, നിത്യജീവൻ. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് ആത്മാവിന്റെ നിത്യരക്ഷ, ദൈവത്തോടുകൂടി എന്നേക്കും വാസം ചെയ്യുവാനുള്ള അനുഗ്രഹം. ഈ 11-ാമത്തെ അധ്യായത്തിൽ 8 ഭക്തന്മാരെ കുറിച്ച് പ്രധാനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്തു, ഏകദേശം എല്ലാ 8 പേരിൽ നമ്മൾ 6 പേരെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമുക്ക് ധ്യാനിപ്പാൻ ദൈവം ഇടയാക്കി. അതിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് ഹാബേലിനെ കുറിച്ചാണ്. ഹാബേൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും തന്റെ ജീവിതം ദൈവസന്നിധിയിൽ സമ്പൂർണമായി അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വയത്തെ ത്യജിച്ചുകൊണ്ട് സമ്പൂർണമായ ആരാധനയിലേക്ക് ഹാബേൽ എന്ത് ചെയ്തു, തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ആരാധന. വിശ്വാസത്താൽ ഹാബേൽ കയീനിലും ഉത്തമമായ ആരാധന കഴിച്ചു. ഹാനോക്കിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം എന്ത് ചെയ്തു, കൊടുത്തു. ഏദൻ തോട്ടത്തിൽ ആദാഹവമാർ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടുവെങ്കിലും പിൻവന്ന തലമുറയിലെ ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് എന്ത് ചെയ്തു, വീണ്ടും നഷ്ടപ്പെട്ടു പോയ ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് വീണ്ടും തനിക്ക് ദൈവവുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ കഴിയുന്നതും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിലൂടെ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചും ഹാനോക്കിന്റെ ജീവിതത്തിലൂടെ എന്ത് ചെയ്തു, വെളിപ്പെട്ടു. അതിനനന്തരം വന്നത് നോഹയാണ്. നോഹയുടെ ജീവിതത്തിൽ ദൈവം വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് എന്ത് ചെയ്തു, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ജനം സംരക്ഷിക്കപ്പെടേണ്ടുന്നതിന് ഒരു സംരക്ഷണ പെട്ടകം പണിയപ്പെടേണ്ട കാര്യത്തെക്കുറിച്ചും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടുന്നതിനുള്ള ദൗത്യം നോഹയ്ക്ക് കൊടുക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നിട്ടും നോഹ 100 ചില്ലറ വർഷം എന്ത് ചെയ്തു, ദൈവത്തിന്റെ ന്യായവിധി, വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പറയുകയും സംരക്ഷണ പെട്ടകം, ആ പെട്ടകത്തിനകത്തേക്ക് എന്ത് ചെയ്യുക, ജനം കയറി വരേണ്ടുന്നതിനുള്ള ആഹ്വാനം കൊടുത്തു. എന്നാൽ ജനം അതിനെ എന്ത് ചെയ്തു, നിഷേധിച്ചു. തൽഫലമായിട്ട് 10 ലക്ഷത്തോളം ജനം പാർത്തിരുന്ന ആ കാലഘട്ടത്തിൽ നോഹയും കുടുംബവും 8 പേർ മാത്രം സംരക്ഷിക്കപ്പെടുകയും ബാക്കിയുള്ള സകലരും എന്ത് ചെയ്തു, ശിക്ഷാവിധിയിലേക്ക് പോവുകയും ചെയ്തു. വീണ്ടും നമ്മൾ അബ്രഹാമിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, വിശ്വസിച്ചു. കനാനെ കുറിച്ച് ദൈവം എന്ത് ചെയ്തു, അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുകയാണ്. ആ കനാൻ നിത്യ കനാനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അബ്രഹാമിന് എന്ത് ചെയ്തു, ബോധ്യമുണ്ടായി. ആ നിത്യ കനാനിലേക്ക് പ്രവേശിക്കേണ്ടുന്നതിന് സകല ജാതികളിലും ഭാഷകളിലും ഗോത്രങ്ങളിൽ നിന്നുമുള്ളവർ വിശ്വാസ നീതീകരണം പ്രാപിക്കേണ്ടുന്നതിന് അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർ കർത്താവായ യേശുക്രിസ്തുവിലൂടെ സകല ജാതികളും ഭാഷകളും ഗോത്രങ്ങളും നിത്യ കനാൻ അവകാശമാക്കും എന്നുള്ള കാര്യം ഗ്ലോറി ടു ഗോഡ്, അബ്രഹാം വിശ്വാസത്താൽ എന്ത് ചെയ്തു, അവകാശമാക്കി. സമ്പൂർണമായ അനുസരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. തന്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കുവാൻ തക്കവണ്ണം ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആ ദൈവസന്നിധിയിൽ സമ്പൂർണമായിട്ട് അബ്രഹാം എന്ത് ചെയ്തു, അനുസരിച്ചു. സകലത്തെയും
സൃഷ്ടിച്ച ദൈവം, ഗ്ലോറി ടു ഗോഡ്, താൻ വിശ്വസിച്ച ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം എന്നാണ് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ തന്റെ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്തു? മാനിച്ചുകൊണ്ട് അർപ്പിക്കപ്പെട്ട ഇസഹാക്കിനെ, വിശ്വാസത്താൽ അർപ്പിക്കപ്പെട്ട ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് തിരികെ കിട്ടിയതുപോലെ അബ്രഹാം തിരികെ പ്രാപിച്ചു. യേശുക്രിസ്തുവിലൂടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കും നിത്യമായ നരകത്തിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടുകയാണ്. നിത്യ കനാനിലേക്ക് നമുക്ക് നമ്മെ തന്നെ തിരികെ കിട്ടുകയാണ്. അങ്ങനെ അബ്രഹാം വിശ്വാസ നീതീകരണം എന്ത് ചെയ്തു? പ്രാപിച്ചു. ദൈവികമായ ദർശനം വ്യക്തമായിട്ട് പ്രാപിച്ചപ്പോൾ തന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഇറങ്ങി എന്ത് ചെയ്തു? ദൈവം വിളിച്ച ആ വിളിയിലേക്ക്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് എന്ത് ചെയ്തു? കാത്തിരുന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അവരോട് കൂട്ടാളികളായിട്ട് എന്ത് ചെയ്തു? കൂടാരങ്ങളിൽ എന്ത് ചെയ്തു? പാർത്തുകൊണ്ട് കാത്തിരിക്കുന്ന കാര്യം. ഇസ്ഹാക്കിനെ സംബന്ധിച്ചാണ് നമ്മൾ വീണ്ടും ചിന്തിക്കാൻ ഇടയായത്. ഇസ്ഹാക്ക് ഭാവി കാലം, ദൈവം ഭാവിയിൽ ഈ തലമുറകളെ കനാനിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഇസ്ഹാക്ക് എന്ത് ചെയ്തു? വിശ്വാസത്താൽ കണ്ട് തന്റെ പിൻ തലമുറയെ എന്ത് ചെയ്തു? അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത ദേശം അവകാശമാക്കുവാനായി നിരവധി പോരാട്ടങ്ങളിലൂടെ എന്ത് ചെയ്തു? കടന്നു പോകുന്നതും തന്റെ വിശ്വാസത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ആ തലമുറകളെ എന്ത് ചെയ്തു? അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. യാക്കോബിന് അനന്തരമുള്ളത് യോസേഫാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇസ്ഹാക്കിൽ നിന്ന്, യാക്കോബിൽ നിന്ന്, വീണ്ടും യാക്കോബിന്റെ 12 മക്കളിൽ 11ാമത്തെ സന്തതിയാണ് യോസേഫ്. യോസേഫിന് അനന്തരം ബെന്യാമീൻ. അപ്പോൾ 11ാമത്തെ സന്തതിയായ യോസേഫ് കാലത്തിനപ്പുറത്തേക്ക് തന്റെ ദർശനത്തിന് എന്ത് ചെയ്യാൻ പറ്റി? യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു. യോസേഫിനും അനന്തരം ഇസ്രായേൽ മക്കൾ ഏകദേശം 30 ലക്ഷത്തോളം പേർ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? കനാനിലേക്ക് യാത്ര പുറപ്പെടുന്നു. ആ യാത്ര പുറപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് യോസേഫ് എന്ത് ചെയ്തു? മുൻകൂട്ടി എന്ത് ചെയ്തു? ദർശിച്ചിരുന്നു. ദർശനം ലഭിച്ച യോസേഫ് ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് കാലദൈർഘ്യം അവന് ജീവിതത്തിൽ ഒരു തടസ്സമായിരുന്നില്ല. യോസേഫ് 17ാമത്തെ വയസ്സിലാണ് മിസ്രൈമിൽ അടിമത്വത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. താനൊരു ദർശനം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളെയും കാണും. ആ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതായിട്ട് എന്ത് ചെയ്യുന്നു? കാണും. ആ ദർശനത്തെ കുറിച്ച് തന്റെ ഭവനത്തിൽ എന്ത് ചെയ്തു? പറയുന്നു. പിതാവിനോട് പറയുന്നു. സഹോദരങ്ങൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അങ്ങനെ യോസേഫിനോട് എന്ത് ചെയ്യുന്നു? വിദ്വേഷം സഹോദരങ്ങൾക്കുണ്ടാകുന്നു. ആ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ യോസേഫിനെ അവസരോചിതമായി അവനെ ഒരു പൊട്ടക്കിണറിലേക്ക് എന്ത് ചെയ്യുന്നു? തള്ളിയിടുകയും ആ തള്ളിയിട്ടതിന് അനന്തരം അവിടെ നിന്ന് എടുത്ത് പുറത്തു കൊണ്ടുവന്ന് അവനെ മിസ്രൈമിൽ അടിമയായിട്ട് എന്ത് ചെയ്തു? വിൽക്കുന്നു. ആ അടിമയായി വിൽക്കപ്പെടുന്ന യോസേഫ് പോത്തിഫർ എന്നൊരു മനുഷ്യന്റെ ഭവനത്തിൽ എന്ത് ചെയ്യുന്നു? അടിമയായിട്ട് എന്ത് ചെയ്യുന്നു? പോകുമ്പോൾ അവിടെ തന്റെ ഭാര്യ നിമിത്തം എന്ത് ചെയ്യുന്നു? യോസേഫ് പരീക്ഷിക്കപ്പെടുകയും ദൈവം അതിൽ നിന്ന് എന്ത് ചെയ്തു? യോസേഫിനെ സംരക്ഷിക്കുകയും, എന്നാൽ ആ കുറ്റാരോപണത്തിൽ നിന്ന് മാനുഷികമായിട്ട് സർവൈവ് ചെയ്യാൻ എന്ത് ചെയ്തില്ല? കഴിയാത്തത് നിമിത്തം യോസേഫ് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. കാരാഗ്രഹത്തിൽ നിന്ന് വീണ്ടും ദൈവം യോസേഫിനെ എന്ത് ചെയ്യുന്നു? ഫറവോന്റെ കൊട്ടാരത്തിൽ അധികാരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. രാജാവിന്റെ തൊട്ട് കീഴെയുള്ള സ്ഥാന പദവിയിലേക്ക് യോസേഫിനെ കൊണ്ടുവരുന്നു. യോസേഫ് അവിടെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ രാജാവിന് ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നവനായി ആ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അന്ന് ആയിരുന്ന തന്റെ പിതാവും തന്റെ സഹോദരങ്ങളും ആയിരുന്ന ദേശത്തിൽ, അന്ന് അവർ കനാൻ ദേശത്തിൽ, ഗ്ലോറി ടു, അവർ മിസ്രൈം ദേശത്തില്ല. അങ്ങനെ അവർ ക്ഷാമം ഉണ്ടായപ്പോൾ യോസേഫിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. ആളറിയാതെയാണ് വരുന്നത്. അങ്ങനെ ആ ക്ഷാമ സമയത്തിൽ യോസേഫ് എന്ത് ചെയ്യുന്നു? തന്റെ സഹോദരങ്ങൾക്ക് ചാക്ക് കണക്കിന് ധാന്യം എന്ത് ചെയ്യുന്നു? കൊടുക്കുകയും, നമുക്ക് ആ സന്ദർഭ കഥകൾ അറിയാമല്ലോ. തുടർന്ന് തന്റെ അപ്പനെയും സഹോദരങ്ങളെയും ഒരുമിച്ച്
മിസ്രൈമിൽ തന്നെ പാർക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നു? ഒരു അവസരം എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ 70 പേരടങ്ങുന്ന ഒരു കുടുംബം മിസ്രൈമിൽ എന്ത് ചെയ്യുന്നു? പാർക്കുന്നു. ആ 70 പേർ അടങ്ങുന്ന കുടുംബം വർദ്ധിച്ചാണ് ഇസ്രായേൽ മക്കൾ എന്നുള്ള ആ ഒരു സമൂഹമായിട്ട് എന്ത് ചെയ്യുന്നു? രൂപപ്പെടുകയും ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്യുന്ന കനാൻ ദേശത്തിലേക്ക് പുറപ്പെടുമ്പോൾ, മോശ മുഖാന്തരം പുറപ്പെടുമ്പോൾ 30 ലക്ഷത്തോളം പേരായിട്ട് അതെന്ത് ചെയ്യുന്നു? വർദ്ധിക്കപ്പെടുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് യോസേഫിന് വന്നെങ്കിലും യോസേഫ് ആ ദർശനം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ഉൾക്കൊണ്ടുകൊണ്ട് മോശ മുഖാന്തരം കനാനിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുന്നമേ യോസേഫ് എന്ത് ചെയ്തിരുന്നു? കനാൻ അവകാശമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഭാവിയിൽ സംഭവിക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ എന്റെ അസ്ഥി കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് നിങ്ങൾ കനാനിലേക്ക് എന്ത് ചെയ്യണം? പോകണം. അവകാശ ഭൂമി കനാനാണെന്നുള്ള കാര്യം താൻ എന്ത് ചെയ്തു? വിശ്വസിച്ചിരുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ തന്റെ വിശ്വാസം, ഗ്ലോറി ടു ഗോഡ്, മരണത്തിനപ്പുറത്തേക്ക് നിത്യജീവനിൽ കടക്കുവാൻ കഴിയുമെന്നുള്ളത് യോസേഫ് എന്ത് ചെയ്തിരുന്നു? വിശ്വസിച്ചിരുന്നു. ദൈവം വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ എന്ത് ചെയ്യണം? ആ ശരീരത്തിന്റെ അസ്ഥികളെ എന്ത് ചെയ്യണം? കൊണ്ടുപോകണമെന്ന് എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, യോസേഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസേഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 17-ാമത്തെ വയസ്സിലാണ് അടിമയായിട്ട് എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. 110 വയസ്സിലാണ് യോസേഫ് എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ഈ മരിക്കുന്ന സമയത്തിലും ദൈവം 17-ാമത്തെ വയസ്സിൽ കൊടുത്ത ദർശനം എന്ത് ചെയ്തില്ല? മങ്ങിപ്പോയില്ല. കനാനെ കുറിച്ചിട്ടുള്ള ദർശനം എന്ത് ചെയ്തില്ല? മങ്ങിപ്പോയില്ല. നിത്യ കനാനെ കുറിച്ചിട്ടുള്ള ദർശനം മങ്ങിപ്പോയില്ല. വളരെ പ്രാധാന്യമുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവന്റെ ദർശനം മങ്ങിപ്പോകരുത്. നമ്മൾ എവിടെ ആയിരുന്നാലും അവൻ ആത്മീയമായ വളർച്ചയ്ക്ക് യാതൊരുവിധമായ ആ അനുഭവം ഇല്ലാതിരുന്ന സ്ഥലത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യോസേഫ് എന്ത് ചെയ്തിരുന്നു? ഒരണുവിട പോലും വ്യതിയാനമില്ലാതെ ആ യൗവനക്കാരൻ വാർദ്ധക്യത്തിൽ പ്രവേശിക്കുമ്പോഴും ദർശനം മങ്ങാത്തത് കൊണ്ടാണ് വാഗ്ദത്തം ചെയ്ത ദൈവം കനാനിലേക്ക് തന്റെ ജനത്തെ കൊണ്ടുപോകുമ്പോൾ എന്റെ അസ്ഥികളെ കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. ഏറ്റവും ഉന്നതമായ പദവിയിൽ ഇരിക്കുമ്പോഴും തന്റെ ദേശം അതല്ല എന്നും തനിക്കൊരു അവകാശ ഭൂമി ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് യോസേഫിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് ആത്മാവിന്റെ നിത്യജീവനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഞാൻ ചിന്തിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ലഭിച്ച ദൈവത്തിന്റെ ജനത്തിന് വിശ്വാസത്താൽ ആത്മമണ്ഡലത്തിൽ കനാന്റെ അനുഭവം അനുഭവിപ്പാൻ ആ നിമിഷത്തിൽ സാധ്യമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ അത് സാധ്യമല്ല. കാലങ്ങൾ എടുത്ത് യാത്ര ചെയ്താണ്, തലമുറകൾ യാത്ര ചെയ്താണ് കനാന്റെ അനുഭവത്തിലേക്ക് അക്ഷരീയമായിട്ട് പ്രവേശിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ജഡത്തിൽ നിന്ന്, ദേഹിയിൽ നിന്ന് ആത്മാവിലേക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷത്തിൽ എൻ്റർ ചെയ്യാൻ കഴിയും, പ്രവേശിക്കാൻ കഴിയും. പഴയ നിയമത്തിന്റെ ഭക്തന്മാര് അവർ പറഞ്ഞെന്താ? ഞങ്ങൾക്കുള്ള അക്ഷരികമായ കനാൻ ദേശത്തിലെ ഞങ്ങളുടെ അസ്ഥികളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൊണ്ട് അവിടെ വേണം എന്ത് ചെയ്യാൻ? അടക്കം ചെയ്യാൻ. പുതിയ നിയമസഭയ്ക്കോ ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പഴയ നിയമ ഭക്തന്മാർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാതിരുന്നവർ അവർ കനാനിലേക്ക് വിശ്വാസത്താൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ആയുസ് കഴിഞ്ഞതിന് ശേഷവും വിശ്വാസത്താൽ അവരുടെ അസ്ഥികളെ കൂടെ കൊണ്ട് കനാനിൽ പ്രവേശിക്കാൻ അവരുടെ വിശ്വാസം അവരെ കാഴ്ചപ്പാട് കൊടുത്തെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവസഭയ്ക്ക് എന്തുകൊണ്ട് നിത്യ കനാന്റെ അനുഭവം ആസ്വദിപ്പാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല? പ്രിയമുള്ളവരെ, ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണെന്നുള്ള കാര്യം മറക്കരുത്. ജഡത്തിന്റെ ബലഹീനതയെ അതിജീവിക്കാനുള്ള ഒരുക്കമുള്ള ആത്മാവാണ് നീ പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ. പഴയ നിയമത്തിലെ ഭക്തന്മാർ പരിശുദ്ധാത്മാവ് പ്രാപിക്കാതിരുന്നപ്പോൾ അവർ മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവനെ കുറിച്ച് അവരുടെ ശരീരം അറിഞ്ഞിരുന്നു, അവരുടെ പ്രാണൻ അറിഞ്ഞിരുന്നു, അവരുടെ ആത്മാവ് അറിഞ്ഞിരുന്നു. പക്ഷെ അവർക്ക്
വളരെ വേഗത്തിൽ അവർക്ക് ആ സന്തോഷത്തിൽ പ്രവേശിക്കാനുള്ള പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നിട്ടും അവരുടെ വിശ്വാസത്തിന് അവരുടെ അസ്ഥികൾ കൊണ്ടുപോകുവാൻ അവർ ആഹ്വാനം കൊടുത്തു. നമുക്കോ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുമ്പോൾ എത്ര അധികം നിത്യകനാന്റെ അനുഗ്രഹം നമുക്ക് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിപ്പാൻ, ആസ്വദിപ്പാൻ കഴിയും. അവിടെയാണ് ആത്മാവിന്റെ ഒരുക്കം. ജഡം ബലഹീനമാണ്. പഴയ നിയമത്തിൽ ബലഹീനമായ ജഡം കൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ മരിച്ചു പോയിട്ട് അസ്ഥിയം കൊണ്ട് എന്ത് ചെയ്തു? യാത്ര ചെയ്തു. അവിടെയാണ് പുതിയ നിയമസഭയിൽ ജഡം ബലഹീനം. അവിടെ അങ്ങ് സെറ്റിലായി ഇരിക്കാനല്ല. ജഡം ബലഹീനമെങ്കിൽ അതിനെ അതിജീവിക്കുന്ന ആത്മശക്തിയാണ് ദൈവസഭയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? നൽകിയിരിക്കുന്നത്. ബലഹീനതയെ അതിജീവിക്കാനുള്ള ആത്മശക്തിയാണ് പരിശുദ്ധാത്മാവ്. ജഡം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതെങ്കിൽ അന്നത്തെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവരുടെ അസ്ഥികളെ കൊണ്ട് യാത്ര ചെയ്തെങ്കിൽ, ബലഹീനമായ ജഡശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ ധാരാളമായിട്ട് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മശക്തിയാൽ നിനക്ക് കനാനിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്ന പരിശുദ്ധാത്മാവാണ് നിനക്ക് തന്നിരിക്കുന്നത്. നിത്യജീവൻ വേണ്ടയോ? ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കും. ആത്മാവിൽ ബലമുള്ളവർ നിത്യജീവൻ അവകാശമാക്കും. ആത്മാവിൽ വചനത്തിലെ ബലമില്ലയോ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയത്തില്ല. ആത്മാവിന്റെ മോക്ഷം പ്രാപിക്കണമെങ്കിലോ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യം. അവിടെയാണ് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ നമുക്ക് കാണാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാർഗമാണ് ദൈവത്തിന്റെ വചനം. ആ വചനത്തെ നമ്മൾ തുറക്കുമ്പോൾ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ തുറക്കുന്നതെങ്കിൽ വചനത്തിലൂടെ ദൈവം വെളിപ്പെടും. ശുദ്ധീകരണമില്ലാതെയാണ് നമ്മൾ വേദവചനം തുറക്കുന്നതെങ്കിൽ വചനത്തിലൂടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. ദൈവം വെളിപ്പെടില്ല. ശുദ്ധീകരണം കൂടാതെ ആരും വചനത്തിലൂടെ ദൈവത്തെ കാണില്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ ചെവി എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. ശുദ്ധീകരണമുണ്ടോ നിന്റെ ചെവി ദൈവത്തിന്റെ വചനം കേൾക്കും. ശുദ്ധീകരണമുണ്ടോ നിന്റെ ഹൃദയം ദൈവത്തെ കാണും. ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മൾ ശുദ്ധീകരണത്തിന്റെ പ്രസക്തി അവിടെയാണ്. ദൈവത്തെ കാണണം. ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്നതാണ് അവരുടെ ജീവിതത്തിലെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ എന്ത് ചെയ്യണം? കാണണം. നിന്റെ ആത്മാവിന്റെ നിത്യരക്ഷകനെ കാണണമോ? നിത്യജീവനിൽ എത്തണമോ? കനാനിൽ പ്രവേശിക്കണമോ? പഴയ നിയമ ഭക്തന്മാരുടെ കാര്യം വെച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അവർ എന്ത് ചെയ്തു? ആത്മാഭിഷേകം പ്രാപിച്ച പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർ എന്ന് പറയുന്നവരെക്കാൾ പഴയ നിയമത്തിലെ ഭക്തന്മാർ മുൻപ് കൂട്ടി എന്ത് ചെയ്തു? അവർ പ്രവേശിച്ചെങ്കിൽ ആത്മാവ് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പുതിയ നിയമസഭ എത്രയാണ് ദൈവസന്നിധിയിൽ താഴണം. ഈ ഭക്തന്മാരെയൊക്കെ നോക്കുമ്പോ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ജീവനിൽ കടക്കണം, നിത്യജീവനിൽ കടക്കണം, കനാനിൽ കടക്കണം. ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശത്തിൽ എന്ത് ചെയ്യണം? കടക്കണം. ആ വാഗ്ദത്തം കൊടുത്ത അബ്രഹാം കടന്നുവോ? യേശു ഉപമ പറയുമ്പോൾ ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു. ലാസർ എവിടെ കണ്ടു? അബ്രഹാമിന്റെ മടിയിൽ കണ്ടു. അബ്രഹാം എവിടെ ഉണ്ടപ്പോൾ? പർദീസയുടെ അനുഭവത്തിൽ പ്രവേശിച്ചു. ദൈവം യഹൂദ ജനതയെ നോക്കി സംസാരിക്കുമ്പോൾ, പുരോഹിതന്മാരെ നോക്കി സംസാരിക്കുമ്പോൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് താൻ. അവർ ഇന്നും യേശുവിന് എന്ത് ചെയ്യുന്നു? ജീവിച്ചിരിക്കുന്നു. ആ കനാൻ ദേശം അവരെന്ത് ചെയ്തു? അവകാശമാക്കി. നമുക്ക് അവകാശമാക്കണ്ടയോ? യോസേഫിനെ എന്ത് ചെയ്തു? മറവ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? നിങ്ങൾ പുറപ്പെടുമ്പോൾ ഈ അസ്ഥികളെ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആരും അസ്ഥിയെ എന്ത് ചെയ്യണ്ട? തോണ്ടിയെടുക്കേണ്ട ആവശ്യമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായി നാം തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ കല്ലറകളിലുള്ളവർ ആ ശക്തിയാൽ എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിച്ച് നിത്യതയിൽ എൻ്റർ ചെയ്യും. പഴയ നിയമത്തിലോ യോസേഫ് പറഞ്ഞ എന്താണ്? നിങ്ങൾ പോകുമ്പോൾ ശവകുടീരം എന്ത് ചെയ്യണം? നിങ്ങൾ തോണ്ടി എന്ത് ചെയ്യണം? ആ അസ്ഥികൾ എടുത്തുകൊണ്ട് പോകണം. പുതിയ നിയമസഭയ്ക്കുള്ള അനുഗ്രഹം എന്താണ്? അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ ആരും തോണ്ടണ്ട, പുനരുദ്ധാനം പ്രാപിക്കും. ആ പുനരുദ്ധാനം പ്രാപിക്കുവാനുള്ള വിശ്വാസമായിരിക്കണം എന്ത് ചെയ്യാൻ ഉണ്ടായിരിക്കേണ്ടത്. അതിന് പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് ആത്മാവിൽ ചിന്തിക്കേണ്ടുന്നതിന് പഴയ നിയമത്തിലെ ഭക്തന്മാരെ പരിശുദ്ധാത്മാവ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തി നൽകുകയാണ്. നിത്യജീവൻ പ്രാപിക്കണ്ടയോ? ബലാത്കാരം ചെയ്യാതെ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയത്തില്ല. ആരാണ് അവിടെ തടസ്സം?
വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളുമാണ് നീ നിത്യജീവൻ പ്രാപിക്കാതിരിപ്പാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കതിനുള്ള ആത്മാവിന്റെ ശക്തി ഇല്ലാത്ത പക്ഷം അതിന്റെ മകളിൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. കനാൻ ദേശത്തിലേക്ക് ഈ പുറപ്പെട്ട ജനത്തിൽ 12 ഗോത്രത്തിൽ നിന്നും ഓരോ വ്യക്തികളെ എന്ത് ചെയ്യുന്നു, ഒറ്റുനോക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, പറഞ്ഞയക്കുമ്പോൾ യോശുവയും കാലേബുമാണ് കനാനിൽ എന്ത് ചെയ്യുന്നത്, വിശ്വാസത്താൽ അവിടെ പ്രവേശിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ യോശുവയും കാലേബും പ്രവേശിക്കുന്നതിന് മുന്നമേ യോസേഫ് വിശ്വാസത്താൽ എന്ത് ചെയ്തു, പ്രവേശിച്ചു. അതിന് തെളിവെന്താണ്? അസ്ഥികൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പോകുമ്പോൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം സംഭവിക്കുന്ന ഒരു ദിവസം എന്ത് ചെയ്യും, വരും. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമ കാലഘട്ടത്തിൽ അക്ഷരീയമായ കനാനെ കുറിച്ച് ദർശനം പറഞ്ഞപ്പോൾ അക്ഷരികമായിട്ട് അവർക്ക് പ്രവേശിപ്പാൻ അവർ എന്ത് ചെയ്തു, ആഗ്രഹിച്ചിരിക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് അക്ഷരികമായ കനാനല്ല പറയുന്നത്, നിത്യ കനാനെ പറയുമ്പോൾ ദൈവം അവിടെ പ്രവേശിക്കേണ്ടതിനുള്ള പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുമ്പോൾ നമുക്ക് എത്ര അധികം ത്വര എന്ത് ചെയ്യണം, ഉണ്ടാകണം. അവിടെയാണ് നമ്മൾ ആത്മാവിലാകാനുള്ളത്. ഏതെങ്കിലും ഭൗമികമായ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമ്പോഴല്ല ആത്മാവ് വരേണ്ടിയത്. കനാനെ കുറിച്ചിട്ടുള്ള ദർശനവും വിശ്വാസത്താൽ ആ നിത്യ കനാന്റെ അനുഭവം, വരാനുള്ള ലോകത്തിന്റെ ശക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഭൗമികമായ ശരീരത്തിന് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ഉള്ളത്തിൽ ആ തുടിപ്പന്തിയും ഉണ്ടാകും. പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ആ തുടിപ്പന്തിയും ഉണ്ടാകും. അതാണ് ആത്മാവിലെ ആരാധന. ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, യോസേഫും അവന്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസേഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിന്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസേഫിന്റെ മടിയിൽ എന്ത് ചെയ്തു, വളർന്നു. അനന്തരം യോസേഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായിട്ട് എന്ത് ചെയ്യുന്നു, മരിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, നല്ല ആയുസ്, 110 വയസ്സ് വരെ എന്ത് ചെയ്തു, ജീവിച്ചല്ലോ. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം മുതൽ തുടർന്ന് നമ്മൾ മനുഷ്യനെ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കപ്പെടേണ്ടുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് എന്ത് ചെയ്തത്, മനുഷ്യനെ സൃഷ്ടിക്കുകയും ദൈവവുമായിട്ടുള്ള നിരന്തരമായ സംസർഗത്തിൽ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു, ആക്കി വെക്കുമ്പോൾ പിശാച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു, അന്യപ്പെടുത്തി അവനെ പാപം നിമിത്തം എന്ത് ചെയ്തു, അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മഹത്വപൂർണമായ ഒരു കാഴ്ചയോടുകൂടി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ അവനെ ഒരു പെട്ടിക്കകത്താക്കി. ആരാണ് ആക്കിയത്? പിശാച്. 1-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. ദൈവം സൃഷ്ടിക്കുന്ന സൃഷ്ടികളെ കുറിച്ച്, ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളെ കുറിച്ച്, പകൽ വാഴുവാൻ തക്കവണ്ണം സൂര്യനെയും രാത്രി വാഴുവാൻ തക്കവണ്ണം ചന്ദ്രനെയും പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ദൈവം സൃഷ്ടിക്കുന്നതും അന്തിമമായി ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടുന്നതിനുള്ള ആത്മാവിനെ കൂടെ കൊടുത്തിട്ടാണ് മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ആരംഭ സമയത്തിൽ തന്നെ പിശാച് അവനെ വഞ്ചിക്കുകയും ആ ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ വന്നപ്പോൾ അവനെ പെട്ടിക്കകത്താക്കി. പ്രിയമുള്ളവരെ, അവനെ വീണ്ടും മടക്കി കൊണ്ടുവരുവാനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ പരമയാഗമായി തീർന്നത്. ഹല്ലേലൂയ. യോസേഫ് മരിക്കുമ്പോൾ പോലും യോസേഫിനൊരു കാര്യം ബോധ്യമായിരുന്നു, നിത്യതയെ കുറിച്ചിട്ടുള്ള ബോധ്യം. പഴയ നിയമത്തിലെ ഭക്തനാണ്, ഗ്ലോറി ടു ഗോഡ്.
കനാനെ കുറിച്ചിട്ടുള്ള ബോധ്യം യോസേഫിനുണ്ടായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യം തനിക്കും അവകാശമാക്കുവാൻ കഴിയുമെന്ന് യോസേഫിനും ഹല്ലേലൂയ വ്യക്തതയുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് ആത്മാവും ദൈവത്തിന്റെ വചനവും തന്നിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്താൽ നിത്യജീവൻ ബലാത്കാരം ചെയ്യാൻ കഴിയും. പക്ഷെ പഴയ നിയമത്തിലെ ഈ പറയുന്ന ഭക്തൻ എഴുതപ്പെട്ട വചനം കയ്യിലില്ല, പരിശുദ്ധാത്മാവ് കയ്യിലില്ലാതിരിക്കുന്ന സമയത്തിൽ ദൈവം പറഞ്ഞ ആ വാക്കിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മരണത്തിനപ്പുറത്തേക്ക് നിത്യജീവനിൽ കടന്ന മനുഷ്യനാണ് യോസേഫ്. ഗ്ലോറി ടു ഗോഡ്. ദൈവരാജ്യം ബലാത്കാരം ചെയ്യാനാണോ, ഭൗമികമായ അനുഗ്രഹം ബലാത്കാരം ചെയ്യാനാണോ വിശ്വാസികൾ ദൈവത്തെ അന്വേഷിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്? നമ്മൾ എത്രത്തോളം നമ്മൾ അലർട്ടായിരിക്കണം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ നിത്യതയിൽ നമ്മൾ എൻ്റർ ചെയ്തില്ലെങ്കിൽ മറ്റൊരിടത്തിൽ നമുക്ക് വാസം ചെയ്യാൻ ഇല്ല. നിത്യ നരകമേ പിന്നെ ഉള്ളൂ. നിത്യസ്വർഗവും നിത്യ നരകമേ ഉള്ളൂ. അത് വേർതിരിക്കുന്നത് ആരിലൂടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകയില്ല. മറ്റൊരുവനും രക്ഷയില്ല. നാം ആത്മാവിൽ നിത്യത പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഏകനാമം യേശുവെന്നാണ്. അപ്പോൾ യോസേഫിന് വാഗ്ദത്തം ലഭിച്ചു. ആ വാഗ്ദത്തത്തെ എന്ത് ചെയ്തു? അവകാശമാക്കുവാൻ തക്കവണ്ണം താൻ എന്ത് ചെയ്തിരുന്നു? വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം ദൈവം എന്ത് ചെയ്തു? മാനിച്ചു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വരാം. മോശ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു. മോശ എങ്ങോട്ട് പോയപ്പോൾ? കനാനിലേക്ക് പോയപ്പോൾ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. നമ്മൾ നേരത്തെ വായിച്ചത് 50-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ യോസേഫ് എന്ത് ചെയ്തിരുന്നു? ഈ കാര്യം പറഞ്ഞിരുന്നു. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടപ്പോൾ മോശ ആ കാര്യം എന്ത് ചെയ്തു? അതാണ് അവിടെ വായിച്ചത്. മോശ യോസേഫിന്റെ അസ്ഥികളും എടുത്തു കൊണ്ടുപോന്നു. യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് വരാം. 24-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ശെഖേമിൽ യാക്കോബ് ശെഖേമിന്റെ അപ്പനായ ഹമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശ് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസേഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അപ്പോൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഈ കാര്യം ചെയ്തു. 17-ാമത്തെ വയസ്സിൽ അടിമയായി പോയ യോസേഫ് 110-ാമത്തെ വയസ്സിലും കനാനെ കുറിച്ചിട്ടുള്ള ദർശനം എന്ത് ചെയ്തില്ല? നഷ്ടപ്പെട്ടു പോയില്ല. വാഗ്ദത്ത ദേശം എന്ത് ചെയ്തില്ല? മറന്നില്ല. തൻ്റെ അവകാശം മിസ്രൈമല്ല, തൻ്റെ അവകാശം കനാനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. അന്ന് ശരീരമുണ്ട്, അസ്ഥികളുണ്ട്. ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവുണ്ട്. ഇന്ന് പുതിയ നിയമസഭയ്ക്കോ ശരീരവും അസ്ഥിയും കൊണ്ടാണോ യാത്ര ചെയ്യുന്നത്? ആത്മാവ് ലഭിച്ചിരിക്കുന്നു, മറക്കരുത്. ശരീരവും അസ്ഥിയും കൊണ്ട് യാത്ര ചെയ്തവൻ കനാനെ കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ അസ്ഥിയെ കൊണ്ട് പോകണമെന്ന് പറഞ്ഞെങ്കിൽ, ആത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ എത്ര അധികം ദൈവ തേജസ്സിൽ അല്ലെങ്കിൽ ആ കനാനെ കുറിച്ചിട്ടുള്ള ദർശനത്തിൽ സന്തോഷിക്കണം. ആത്മാവിലാകണം, ആത്മാവിൽ യാത്ര ചെയ്യണം. കനാനിലേക്ക് എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. ദർശനം നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. തന്റെ മരണത്തിന്റെ സമയത്തിലും കനാനെ കുറിച്ച് എന്ത് ചെയ്തു? ആ ദർശനം എന്ത് ചെയ്യില്ല? നഷ്ടപ്പെട്ടില്ല. ദർശനം നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരാളുണ്ടെങ്കിൽ അതാരായിരുന്നു? യോസേഫ്. കാരണം എന്താ? കൊട്ടാരത്തിലാണ് എന്താ തന്റെ ജീവിതം. യോസേഫിന് അനന്തരം കാണുന്ന മോശയും എന്താ? ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേരും എല്ലാം എന്ത് ചെയ്തു? ഉപേക്ഷിച്ചിട്ട് ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. കാരണം കനാനായിരുന്നു മോശയുടെ ലക്ഷ്യം. ദൈവസഭയുടെ ലക്ഷ്യം എന്തായിരിക്കണം? പുതിയ നിയമസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പഴയ നിയമത്തിലെ ഈ 8 ഭക്തന്മാരെ എഴുതിയിരിക്കുന്ന എന്തിനാണ്? ആത്മാവ് ലഭിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ. ഏത്? പരിശുദ്ധാത്മാവ് ലഭിച്ചത് എപ്പോഴാ? പെന്തക്കോസ്ത് നാളിൽ. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ച് 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇന്നേക്ക് 2000 വർഷമായിട്ടുള്ളൂ. അതിനും ഹല്ലേലൂയ വർഷങ്ങൾക്ക് പുറകിൽ വീണ്ടും 2000 വർഷം പുറകിലേക്ക് ജീവിച്ചിരുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവർക്ക് ആത്മാ പകർച്ച ലഭിക്കാതിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? കനാനെ കുറിച്ചിട്ടുള്ള ദർശനം മങ്ങിപ്പോകാതെ അവർ യാത്ര ചെയ്തു. പുതിയ നിയമസഭയും എന്ത് ചെയ്യുന്നു?
യാത്ര ചെയ്യുന്നു. എങ്ങോട്ടാണെന്നുള്ള കാര്യം അവരവരെന്ത് ചെയ്യണം? ചിന്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഓട്ടക്കളത്തിൽ ഓടുന്നവനെല്ലാം എല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല, നിങ്ങളും ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. എന്ത് ബിരുദ്? നിത്യജീവൻ. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ ജീവിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലാണ് യോസേഫിനെ കുറിച്ച് പറയുന്നത്. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യത്തെ എന്ത് ചെയ്തു? ഓർപ്പിച്ചു. ദർശനമുള്ള ദൈവത്തിന്റെ മക്കൾക്ക് നിത്യ കനാനിലേക്കുള്ള ഒരു പുറപ്പാട് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യും? അവർക്ക് പറയാനുണ്ടായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്കും അത് ഓർപ്പിക്കാൻ കഴിയും. ഒത്തിരി ആൾക്കാരെ പിശാച് എന്ത് ചെയ്യും? മറപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കനാനെ കുറിച്ചിട്ടുള്ള കാര്യം. ലോകത്തിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി എന്ത് ചെയ്യും? അവന്റെ ആയുസ് മൊത്തം അങ്ങ് തീർത്തു വിടും. അവസാനം കണ്ണടയ്ക്കാൻ സമയമാകുമ്പോഴത്തേക്കാണ് ഇനി സ്വർഗം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. ഗ്ലോറി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കനാനെ കുറിച്ചിട്ട് യാതൊരു ബോധ്യവും ഉണ്ടാവില്ല, പ്രാപിക്കാൻ താല്പര്യം എന്ത് ചെയ്തില്ല, ഉണ്ടാകത്തില്ല. അത് അവസാനമല്ലേ, അത് അപ്പം എന്ത് ചെയ്തോളാം, നോക്കിക്കൊള്ളാം എന്ന് പറയും. വഞ്ചിക്കപ്പെടരുത്. അപ്പോ പുറപ്പാടിനെ കുറിച്ച് എന്ത് ചെയ്തു? യോസേഫ് എന്ത് ചെയ്യുന്നു? ഓർപ്പിച്ചു. തന്റെ അസ്ഥികളെ കുറിച്ചും കൽപ്പന എന്ത് ചെയ്തു? യോസേഫ് കൊടുത്തു. ഒറ്റ വാക്യത്തിലാണ് പുതിയ നിയമസഭയോട് യോസേഫിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്ത് എഴുതിയിരിക്കുന്നത്. ഗ്ലോറി ടു. ഒറ്റ വാക്യത്തിൽ യോസേഫിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. നമുക്കും ഒരു പുറപ്പാടുണ്ട്. പുറപ്പെട്ടിട്ടുണ്ടോ? പുറപ്പെട്ടവരുണ്ട്, പുറപ്പെടാനുള്ളവരുമുണ്ട്. പുറപ്പെടാനുള്ളവർ വൈകരുത്, പുറപ്പെടണം. എങ്ങോട്ട് പുറപ്പെടണം? കനാനിലേക്ക്. നിങ്ങളുടെ ജീവിത യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഉത്തരമുണ്ടാകണം. ഞാൻ യാത്ര ചെയ്യുന്നത് സിയോനിലേക്കാണ്, ഞാൻ യാത്ര ചെയ്യുന്നത് പുതിയ യെരുശലേമിലേക്കാണ്, ഞാൻ യാത്ര ചെയ്യുന്നത് നിത്യ കനാനിലേക്കാണ്. അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ ആ യാത്രയുടെ പൂർത്തീകരണം, ഞാൻ ആ മധ്യാകാശത്തിൽ എൻ്റെ കർത്താവിനെ സന്ധിക്കും. പിന്നെ ഒരിക്കലും പിരിയാതെ വണ്ണമുള്ള നിത്യ കനാനിലേക്ക് ഞാൻ എന്ത് ചെയ്യും? പ്രവേശിക്കും. ഈ ദർശനം പുതിയ നിയമസഭയ്ക്ക് എത്ര അധികം വേണം. പഴയ നിയമത്തിലെ ഭക്തനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് എഴുതുന്നത്. യേശുവിന്റെ അടുക്കൽ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ ചോദിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയൂടിയായിരുന്ന നിക്കോദീമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. അല്ലല്ലോ, പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യൻ, യേശു വന്ന തച്ചനാ അല്ലെ, തച്ചനായിരിക്കുന്ന കർത്താവിന്റെ അടുക്കലേക്ക് പണ്ഡിതനായിട്ടുള്ള ഒരു മനുഷ്യൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് രാത്രിയിൽ എന്ത് ചെയ്തു? ആരും കാണാതെ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അന്നേരം യേശു തിരിച്ചു പറഞ്ഞത് എന്താണ്? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച യോസേഫിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കാതിരുന്ന കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ അങ്ങനെ തന്നെ വിശ്വസിച്ച് ദൈവരാജ്യം എന്ത് ചെയ്തു? അവകാശമാക്കി. ഇവിടെ കർത്താവ് പറഞ്ഞ എന്താണ്? പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആദ്യം പറഞ്ഞത് എന്താണ്? ദൈവരാജ്യം കാണാൻ കഴിയില്ല. രണ്ടാമത് എന്ത് ചെയ്തു? കടക്കാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവരാജ്യം കാണാനാണോ നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്? കണ്ടതിന് ശേഷം കടക്കാനാണോ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്? കാണാതെ എങ്ങനെ കടക്കും?
കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ജനനം പ്രാപിക്കണം. കടക്കണമെങ്കിലോ വെള്ളത്താലും ആത്മാവിനാലും എന്ത് ചെയ്യണം? ജനിക്കണം. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിലേക്ക് വരാം. ജലത്താലും രക്തത്താലും വന്നവൻ ഇവൻ തന്നെ, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവും സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ 3 ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഇവിടെയും നിക്കോദീമോസിനോട് പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടും വെള്ളത്താലും ആത്മാവിനാലും എന്ത് ചെയ്യണം? ജനിക്കണം. ജനിക്കാത്തവർ എന്ത് ചെയ്യത്തില്ല? കടക്കത്തിൽ. വീണ്ടും ജനിക്കാത്തവർ കാണത്തിൽ. ദൈവരാജ്യം കാണണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? വീണ്ടും ജനനം എന്ത് ചെയ്യണം? ഉണ്ടാകണം. കടക്കണമെങ്കിലോ ആത്മാവിനാൽ ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? വചനത്തിൽ തന്നെ ഉണ്ട്. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. അവിടെ കർത്താവ് തരുന്ന വെള്ളം എന്നവിടെ ഉദ്ദേശിക്കുന്നത് വചനം. വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുമ്പോൾ വചനം കേട്ട് വചനത്തിലൂടെ എന്ത് ചെയ്യണം? ജനിക്കണം. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അപ്പോൾ നിക്കോദീമോസിനോട് പറയുന്നത് ആത്മാവിനാൽ ജനിക്കണം. 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വരുമ്പോൾ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കാത്തവൻ ദൈവത്തിന്റെ ആത്മാവിനെ എങ്ങനെ പാനം ചെയ്യും? ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്യുന്നവനോ ഒരു നാളും ലോകത്തെ ദാഹിക്കുകയില്ല, പാപത്തെ ദാഹിക്കുകയില്ല, പാപപ്രവർത്തികളെ ദാഹിക്കുകയില്ല, ജഡിക സുഖങ്ങളെ എന്ത് ചെയ്യത്തില്ല? ദാഹിക്കുകയില്ല. ആത്മാവ് ലഭിച്ചവന് പിന്നെ ഉള്ള ദാഹം എന്താണ്? കനാനിലേക്കുള്ള ദാഹം, നിത്യജീവനിലേക്കുള്ള ദാഹം, ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ദാഹം. അവൻ അതുവരെ ഉണ്ടായിരുന്ന ദാഹം എന്ത് ചെയ്യും? തീർന്നു. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. 7-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആദ്യം വീണ്ടും ജനനം ഉണ്ടാകണം. രണ്ടാമത് ദൈവത്തിന്റെ ജീവജലം എന്ത് ചെയ്യണം? പാനം ചെയ്യണം. പാനം ചെയ്യുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? നിത്യജീവങ്കിലേക്കുള്ള ഒരു ഒഴുക്ക് എന്ത് ചെയ്യും? ഉണ്ടാവും. അവന് പിന്നെ പറയാൻ എന്തേ ഉള്ളൂ? നിത്യജീവനെ പറയാനുള്ളൂ. വീണ്ടും ജനിച്ചവൻ ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്യുന്നവൻ നിത്യകനാനെ എന്ത് ചെയ്യും? ദർശിക്കും. നിത്യകനാനെ ദർശിച്ചവന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? അനുഗ്രഹമായി തീരും. അപ്പോൾ വീണ്ടും ജനനം വളരെ പ്രസക്തിയുള്ളതാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നിക്കോദീമോസിനോട് പറഞ്ഞതാണ്, വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവരാജ്യം എന്ത് ചെയ്തില്ല? കാണത്തില്ല. വീണ്ടും ജനനത്തിന് ഇവിടെ പറയുന്നത് എന്താണ്? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത്ഭുത സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവന്റെ നാമത്തെ വിശ്വസിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, എന്റെ നീതീകരണത്തിന് വേണ്ടി, എന്റെ തേജസ്കരണത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി അയക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? വീണ്ടും ജനനം സംഭവിക്കുന്നു. Glory to God. ഹല്ലേലൂയ. പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 1-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താൽ അല്ല. ബീജത്താൽ ഉള്ളതെല്ലാം എന്ത് ചെയ്യും? കെടും. എന്നാൽ കെടാത്തത് ആണ് ദൈവത്തിന്റെ വചനം. ആ വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കെടുന്ന ബീജത്താലുള്ള ശരീരം എന്ത് ചെയ്യും? കെട്ടുപോയാലും കെടാത്ത ബീജത്താൽ നീ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ കെടാത്ത വചനം നിന്നെ എന്ത് ചെയ്യും? നിന്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കും. അതാണ് വീണ്ടും ജനനം. 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. കെടുന്ന ബീജത്താൽ ജനിച്ച മനുഷ്യന്റെ ജഡം പുല്ലുപോലെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ ഭംഗി എത്ര ഭംഗിയുണ്ടെങ്കിലും പുല്ലിന്റെ പൂ പോലെയാകുന്നു അതിന്റെ ഭംഗി. അത് വാടി കൊഴിഞ്ഞെന്ത് ചെയ്യും?
പുല്ലുവാടി പൂവ് ഉതിർന്നു പോകും. 25-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളോ എന്നേക്കും നിത്യതയിൽ നിലനിൽക്കുന്നു. എന്നിട്ട് അപ്പോസ്തലനായ പത്രോസോടെ പറയുകയാണ്, ഇതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആ വചനത്താൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? വീണ്ടും ജനനം. വീണ്ടും ജനനം ഉണ്ടാകേണ്ടുന്നതിനുള്ള വചനം പ്രസംഗിക്കാത്തിടത്ത് വീണ്ടും ജനനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വചനം കേൾക്കാത്തൊരു മനുഷ്യൻ നിത്യതയിൽ കാണത്തില്ല. എല്ലാവരും അനുഗ്രഹം 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 അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓടിക്കൊണ്ടിരിക്കുകയാണ്. കനാനെ കുറിച്ചിട്ടുള്ള ദർശനം ഉണ്ടോ? പ്രാപിക്കണ്ടയോ? മനുഷ്യനെ പിശാച് എത്ര വലിയ ട്രാപ്പിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? അകപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തം മരണത്തിൽ എന്ത് ചെയ്തു? പിശാച് കെട്ടിവെച്ച്. എന്നാൽ യേശുവോ മരണപാശങ്ങളെ അവൻ പൊട്ടിച്ചു പുനരുദ്ധാനം പ്രാപിച്ചു. ആദ്യഫലമായി ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചു. അവന്റെ വചനത്താൽ നാം വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും എന്ത് ചെയ്യണം? സാക്ഷി പറയുന്നവർ മൂവരുണ്ട്. ആ മൂവരെന്താണ്? ആത്മാവും ജലവും രക്തവും. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സകലതും ക്രിസ്തു എന്ത് ചെയ്തു? നിവൃത്തിയാക്കിയിട്ട് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു പിതാവിങ്കലേക്ക്. അപ്പൊ യേശുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് പിതാവിങ്കലേക്ക് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. സാക്ഷി പറയുന്നവർ മൂവർ. അതിൽ യേശുവിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ദൈവപുത്രൻ എന്ന് സാക്ഷീകരിച്ചു. രണ്ടാമത് 34-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യം തന്നെ. സാക്ഷി പറയുന്നവർ മൂവർ എന്ന് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ വായിച്ചതാ. 1 യോഹന്നാൻ 5:6 മുതൽ 8-ാം വാക്യം വരെ വായിക്കുമ്പോൾ സാക്ഷി പറയുന്നവർ മൂവർ. യേശുവിൽ അവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാ. അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര യാഗമായി ക്രൂശിൽ മരിക്കുമ്പോൾ അവന്റെ അവസാന തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഊറ്റിത്തരുമ്പോൾ, പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുമ്പോൾ അവസാന തുള്ളി രക്തവും അതോടൊപ്പം വെള്ളവും എന്ത് ചെയ്തു? സാക്ഷി പറയുന്നത് മൂവർ. സ്വർഗത്തിൽ എന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ മൂവർ വേണം. ഗ്ലോറി ടു ഗോഡ്. എന്നെ സ്വർഗത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ വേറെ ആര് സാക്ഷ്യപ്പെടുത്തിയാലും ഞാൻ സ്വർഗത്തിൽ കാണില്ല. എന്നെ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം അവിടെ സാക്ഷ്യപ്പെടുത്തണം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഇവൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രക്തം അവിടെ ഉണ്ടാകണം. വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനത്തിൽ എന്ത് ചെയ്തു? ഞാൻ ജനിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ദൈവത്തിന്റെ വചനത്താൽ. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. എന്നെ പാനം ചെയ്ത് അവൻ നിത്യജീവങ്കിലേക്ക് എന്ത് ചെയ്യുന്നു? അപ്പോ ദൈവത്തിന്റെ വചനത്താലുള്ള ജനനം. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ വെള്ളം. ഗ്ലോറി ടു ഗോഡ്. സാക്ഷി പറയുന്ന മൂവർ, ഇവൻ കഴുകപ്പെട്ടവനാണ് എന്ന് എന്നെ എന്ത് ചെയ്യണം? സാക്ഷ്യപ്പെടുത്തണം. ഒടുവിൽ എന്താണ്? കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് എന്നെ എന്ത് ചെയ്യണം? സാക്ഷ്യപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് എന്നെ സാക്ഷ്യപ്പെടുത്തണം. ഈ 3 സാക്ഷ്യവും ഞാൻ ദൈവസന്നിധിയിൽ പ്രാപിക്കുമ്പോൾ എനിക്ക് ദൈവത്തോടുകൂടി എന്നേക്കുമായിട്ടുള്ള വാസം സാധ്യമാവുകയാണ്. അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? അത് അറിഞ്ഞിരിക്കണം. നമ്മെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നവര് 3 പേരാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ, നിന്റെ രക്തം എന്നെ എന്ത് ചെയ്യണമേ? സാക്ഷ്യപ്പെടുത്തണമേ. നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വെള്ളം എന്നെ എന്ത് ചെയ്യണമേ? കഴുകി സാക്ഷ്യപ്പെടുത്തണമേ. നിന്റെ വചനം എന്ന ജീവജലം എന്നെ എന്ത് ചെയ്യണമേ? സാക്ഷ്യപ്പെടുത്തണേ. അവന്റെ വചനം, ദൈവത്തിന്റെ വചനം ഞാൻ എന്ത് ചെയ്തു? കേട്ടു. ആ വചനത്താൽ എന്ത് ചെയ്തു? വീണ്ടും ജനനം സംഭവിച്ചു എന്നുള്ള കാര്യം, കെടാത്ത വചനം കൊണ്ടുള്ള സാക്ഷ്യം ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വചനം സാക്ഷ്യപ്പെടുത്തും. ഈ വചനത്താൽ അവൻ എന്ത് ചെയ്തതാണ്? വീണ്ടും ജനനം പ്രാപിച്ചവനാണെന്ന് നിത്യതയിൽ സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി ഒരു പാസ്റ്ററിനെ സാക്ഷ്യപ്പെടുത്തിയാൽ പാസ്റ്റർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല? എത്തില്ല. ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും കൂടെ എന്ത് ചെയ്യുന്നു? ഒരു പാസ്റ്ററിനെ തള്ളിക്കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. അയാൾ നിത്യതയിൽ കാണണമെങ്കിൽ 3 സാക്ഷ്യം വേണം. സാക്ഷി പറയുന്നവർ മൂവർ, ജലം, രക്തം, പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ വിശ്വാസി
ലോകത്തിൽ ഒരു പാസ്റ്റർ വിചാരിച്ചാലും ഒരു വിശ്വാസി നിത്യതയിൽ അവർക്ക് സാക്ഷ്യപ്പെടുത്തി കയറ്റാൻ എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. നിത്യതയിൽ നീ കാണണമെങ്കിൽ, ഒരു വിശ്വാസി കാണണമെങ്കിൽ, ഒരു ശുശ്രൂഷക്കാരൻ കാണണമെങ്കിൽ ഈ 3 സാക്ഷി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. അതിനാണോ ഇന്ന് വിശ്വാസികൾ ഓടുന്നത്? പഴയ നിയമത്തിന്റെ ഭക്തന്മാർ എന്ത് ചെയ്തു? കനാൻ എന്ത് ചെയ്തു? അവകാശമാക്കി. ബലാത്കാരികൾ ദൈവരാജ്യം എന്ത് ചെയ്യും? അവകാശമാക്കും. ബലാത്കാരം ചെയ്യും. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ കൊള്ള കവരാൻ കഴിയത്തില്ല. എന്ത് കൊള്ള? നിത്യജീവൻ എന്നുള്ള കൊള്ള. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ആൾക്കാർ ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് കൊള്ളയടിക്കാൻ പോകുന്നത് ഭൗമികമായ അനുഗ്രഹമാണ്. ഭൗമികമായ അനുഗ്രഹം ബലവാനെ പിടിച്ചു കെട്ടിയിട്ട് ആണോ കൊള്ളയടിക്കേണ്ടത്? യേശുവിന്റെ അടുത്ത് പോലും പിശാച് പറഞ്ഞെന്നാണ്, മൊത്തവും നിനക്ക് തരാം. ഇതെല്ലാം, ഈ കാണുന്നത് എല്ലാം നിനക്ക് എന്ത് ചെയ്യാം? തരാം. എപ്പോഴും ഓർത്തോളം, കാണുന്നത് എല്ലാം തരാമെന്ന് പറയുന്നത് പിശാചാണ്. ഇതെല്ലാം ആരുടെ കയ്യിലിരിക്കണം? എന്റെ കയ്യിലിരിക്കുന്നു. അതെല്ലാം എന്ത് ചെയ്യാം? നിനക്ക് തന്നെ തരാം. തന്ന് കൊല്ലാനാണ് ഞാൻ എന്ത് ചെയ്തിരിക്കണേ? വന്നിരിക്കണം. അവന്റെ അടുത്താണ് തിരിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങോട്ട് എട്. ബലാത്കാരം ഞാൻ എന്ത് ചെയ്യുന്നു? നീ എന്ത് ചെയ്യുകയാണ്? അവൻ തരാന്ന് പറഞ്ഞല്ലേ നിൽക്കണത്, പിന്നെ ഇങ്ങോട്ട് ഇടെന്ന് പറഞ്ഞ് ബലാത്കാരം ചെയ്യണത് എന്തിനാണ്? ബലാത്കാരം ചെയ്യേണ്ടത് നിത്യജീവനാണ്. പഴയ നിയമത്തിലെ ഭക്തന്മാരെ എടുത്ത് പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവ് ചിത്രീകരിച്ചു. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട 8 ആമേൻ ഭക്തന്മാരെ കുറിച്ച് കാണിച്ച് എഴുതിയിട്ട് 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. എന്ത് സാക്ഷികൾ? അവർ എന്ത് ചെയ്തു? നിത്യജീവൻ അവകാശമാക്കി. നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം കയ്യിലില്ലാതിരുന്ന കാലഘട്ടത്തിൽ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത കാലഘട്ടത്തിൽ ദൈവം അവരെ വിളിച്ചിറക്കി അവർക്ക് ദർശനം പറഞ്ഞു കൊടുത്തപ്പോൾ അത് വിശ്വസിച്ച് യാത്ര ചെയ്തവർ അവർ നിത്യകനാനിൽ പ്രവേശിച്ചു. നമ്മളും യാത്ര ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ എന്ത് ചെയ്യുന്നു? അഭിഷിക്തന്മാരെ എന്ത് ചെയ്തു? എടുത്തു കാണിച്ചിട്ട് നിങ്ങൾ അവരെ എന്ത് ചെയ്യുവിൻ? നോക്കുവിൻ. നിങ്ങളും എന്ത് ചെയ്യുവിൻ? യാത്ര ചെയ്യുവിൻ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിൽ, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അപ്പോൾ വെള്ളം എന്തിനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നു? സ്നാനത്തിൽ. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന പുറപ്പെട്ട വെള്ളമോ ശുദ്ധീകരണത്തിൽ. അപ്പോ വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? വചനം എന്ന വെള്ളത്താൽ. ഹല്ലേലൂയ. ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യണം, സ്നാനപ്പെടണം. അവിടെ നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചോടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അപ്പൊ വെള്ളത്താൽ എന്ത് ചെയ്യണം? ജനിക്കണം. നിക്കോദീമോസിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് നിക്കോദീമോസ് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടോ? നമ്മൾ പിന്നീട് അത് വായിക്കുന്നുണ്ടോ? വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടായോ? ഇല്ല. എന്നാൽ ജാതികളായ ജനത്തിന്റെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനവും അവന്റെ ഹൃദയത്തിൽ നിന്ന് പകരപ്പെട്ട വെള്ളത്താലും, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ദൈവത്തിന്റെ വചനത്താൽ ആ ജീവജലത്തിൽ നിന്ന് പാനം ചെയ്യുവാനും, ദൈവം അന്ത്യകാലത്തിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ അത് സ്വീകരിപ്പാനും പുറം ജാതിയിലുള്ള ദൈവജനത്തിന് അത് കഴിഞ്ഞെങ്കിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ് എന്നിവർ അവകാശമാക്കിയ കനാൻ നമ്മളും അവകാശമാക്കും. അത് അവകാശമാക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുവിൻ? ഓടുവിൻ. പിൻപിലുള്ളതൊക്കെ മറന്നുകൊണ്ട് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവിൻ. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കണ്ട് നാം ഓടുവിൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായി നാം തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്യാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുമ്പോൾ മോശ ഹല്ലേലൂയ യോസേഫിന്റെ അസ്ഥികൾ എന്ത് ചെയ്തു? ആ കുഴിമാടത്തിൽ നിന്ന് തോണ്ടിയെടുത്ത് എന്ത് ചെയ്തു? കൊണ്ടുപോകുകയാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാലോ നമ്മുടെ അരുമനാഥനെ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ ക്രിസ്തുവിൽ മരിച്ച ഒരു കുഴിമാടം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തോണ്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അവന്റെ മധ്യാകാശത്തിന്റെ വരവിൽ എന്ത് ചെയ്യും? ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും. അന്ന് അസ്ഥിയെ തോണ്ടിയെടുത്ത് കനാനിലേക്ക് യാത്ര ചെയ്തെങ്കിൽ പുനരുദ്ധാനം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളുമായി ക്രിസ്തുവേശു എന്നേക്കുമായി പിതാവാൻ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പ്രവേശിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിച്ച ദൈവത്തിന്റെ മക്കൾ നിത്യ കനാനിൽ
പിരിയാത്ത ബന്ധമായി ദൈവത്തോട് ആ നിത്യകനാനിൽ അനുഭവം ആസ്വദിക്കും. പിന്നെ ഒരിക്കലും വേർപെടാത്ത ആ സ്വർഗീയ സന്തോഷത്തിന് നമ്മൾ അവകാശികളാവും. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ വരുന്നവനോടുകൂടി എന്നേക്കുമായി ജീവിക്കും. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമ്മളത് പ്രാപിക്കും. ലോകം അത് കാണുന്നില്ല. ആരുടെ ഹൃദയത്തിൽ അത് എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കാൻ കഴിയുന്നില്ല. ആരുടെയും കണ്ണിന് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ കഴിയുന്നില്ല. ആരുടെയും ചെവി അത് എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. എങ്കിലോ ദൈവം നമ്മുടെ ചെവികളെ തുറന്നു, ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ, ലുദിയയുടെ ഹൃദയത്തെ തുറന്ന പോലെ, കൊർന്നേല്യോസിന്റെ ഹൃദയത്തെ തുറന്നതുപോലെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറന്നതുകൊണ്ട് നമ്മളത് കാണുന്നു. നിത്യ കനാൻ കാണുന്നു. ഹല്ലേലൂയ. നാം അവിടെ പ്രവേശിക്കാം. കർത്താവ് നമുക്ക് ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ആദ്യഫലമായി ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നു. പിന്നെ ശേഷമുള്ള നമ്മൾ അവനോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെടും. ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യുവിൻ? ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. കർത്താവ് സമൃദ്ധിയായി എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.